അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് കിക്ക് ലക്കി ബ്ലോക്കാണ് ഗൈസ്. അഡ്മിനിറ്റ് കളിക്കാൻ പോകുന്നത് കിക്ക് ലക്കി ബ്ലോക്കിന് അഡ്മിനിറ്റ്. പിന്നെ നമുക്കിവിടെ അദ്വൈതുണ്ട് ഗൈസ്. നമ്മുടെ ഇപ്പം അദ്വൈതിനോട് ബ്രോ ഐ ആം ഇൻ വീഡിയോ എന്ന് പറയും ഗൈസ്. ബ്രോ ഐ ആം ഇൻ വീഡിയോ എന്ന് പറഞ്ഞു നോക്കാം. അദ്വൈതോടെ ഇവൻ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. 10:28 ഗൈസ്. ഇപ്പോൾ സമയം 10:28. അദ്വൈതം ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ അദ്വൈത് ഹേ ഗൈസ് എന്ന് പറയും ഗൈസ്. നോക്കാം ഇത് അടുത്ത അപ്ഡേറ്റിന് കേട്ടോ ഗൈസ്. 27-ാം തീയതി ജൂൺ. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ചൊക്കെ അഡ്മിനിസ് തുടങ്ങി. ഈ ഗെയിമിൻ്റെ ഓണറിൻ്റെ പേരാണ് ആഡം ഗൈ ഹൈ എന്നിട്ട് ഗൈസ്. അദ്വൈത് തീയപ്പം എന്നിട്ടുണ്ട് ഗൈസ്. നമുക്കിതിൽ ട്രെയിൻ ചെയ്യാം. ഹായ് എവരിവൺ, വി ആർ വെയിറ്റിംഗ് ഫോർ ഷോൺ ലോൽ. നമ്മളിവിടെ ട്രെയിൻ ചെയ്യട്ടെ. എനിക്ക് 2.3 ബില്യൺ കിക്കിംഗ് പവർ ഉണ്ട് ഗൈസ്. അദ്വൈതിന് എത്ര ബില്യൺ കിക്കിംഗ് പവർ ഉണ്ടെന്ന് അറിയില്ല. അത് നമുക്ക് പിന്നെ ചോദിക്കാം. ഇപ്പോൾ അഡ്മിനിസ് തുടങ്ങാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. ഓക്കെ, ലെറ്റ്സ് വാം അപ്പ് സ്റ്റേഡിയം ലോൽ. അപ്പോൾ സ്റ്റേഡിയം ഇവന് സ്റ്റാർട്ടാവും ഗൈസ്. 1.7 ബില്യൺ. ഓ ഗൈസ് പെർഫെക്റ്റ്. ഓ ഗൈസ് എന്തൊക്കെ ബൂസ്റ്റ് ഉണ്ട് ഗൈസ്. സ്പെഷ്യൽ ബൂസ്റ്റ്. നല്ല സ്പീഡിലോട്ട് പക്ഷേ കിക്ക് പോണത് ഗൈസ്. എത്രണ്ണിലെത്തി ഗൈസ്? 2.3 ബില്യൺ. എത്ര പ്ലസ് എത്തി ഗൈസ്? സ്ട്രോബെറി എലിഫൻറ്റ് കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ടേക്ക് ചെയ്യാം. നമുക്ക് ഇതും കൊണ്ട് പോവാം. കിട്ടിയ ഉള്ളതുകൊണ്ട് ഓണം പോലെ നമുക്ക് ഇതുകൊണ്ട് പോകാം ഗൈസ്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് 4x ലക്കിൻ്റെ വെച്ചിട്ട് നമുക്ക് നോക്കാം ഗൈസ്. മേബീസ് മൾട്ടിപ്ലെയർ സർക്കിൾസ് ആർ സ്പോണിങ്. അതാണ് വെയിറ്റ് ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഓ നമ്മുടെ സ്പീഡും കിക്കിംഗ് പവറും കൂടുതലില്ല ഗൈസ്, അതായിരിക്കും. ഓ കോസ്മിക് കിട്ടിയേക്ക്. ഓ കോസ്മിക്കിൻ്റെ ആനിമേഷൻ സീന് ഗൈസ്. സെറ്റ്. ന്യൂ ഇവൻ്റ് ആഡഡ് ടുഡേ. കോസ്മിക്കിൻ്റെ ആനിമേഷൻ സീനുണ്ട് ഗൈസ്. ഭയങ്കര ഇഷ്ടമായി. നമ്മൾ പിന്നെ റൈവൽസിൻ്റെ റോഡ് ടു സ്നൈപ്പർ എപ്പിസോഡൊക്കെ ഓൺ ദ വേ ആട്ടോ ഗൈസ്. എത്രണ്ണാണ് എത്തിയത്? ഓ ചിക്കളത്തേര കിട്ടി ഗൈസ്. നമുക്ക് ഇതിനുണ്ട് സെക്യൂർ ചെയ്യാം. ഹലോ എന്നിട്ടുണ്ട് ഗൈസ്. ഷോൺ ഗ്ലോബൽ എക്സ് 4x സ്റ്റേഡിയമിൽ മറ്റേ ബോൾ വരുന്നുണ്ടെങ്കിൽ ടീം ഷോൺ ടോപ്പ് അറിയില്ല ഗൈസ്. അങ്ങനെ നമുക്ക് മിക്കി ഗൈ ആഡം ഗൈ നോട്ട് ടീം ജെയിംസ്. ഗൈസ് നമ്മളിത് പൊക്കൊണ്ടിരിക്കുന്നു. ഈ ചിക്കളത്തെ നമ്മൾ സെക്യൂർ ചെയ്യും. സെക്യൂർ ചെയ്തില്ല. കുറച്ചുകൂടി സ്പീഡ് വേണം ഗൈസ്. സ്പീഡ് കുറവാണ്. ടീം മിക്കി ലെറ്റ്സ് കീപ് ദാറ്റ് ഫസ്റ്റ് പ്ലേസ്. ഓ ഗൈസ് ഇവിടെ എന്നാൽ 3x വെച്ച് കിട്ടും ഗൈസ്. നമുക്ക് ഇങ്ങനെ കിക്കിംഗ് പവർ കൂട്ടാം. ഓ സെറ്റ്. അതായത് ഇവിടെ ട്രെയിൻ ചെയ്യാറുണ്ട് ഗൈസ്. അവ ഇത് കളിച്ചിട്ടുണ്ട്, നമുക്കറിയില്ലല്ലോ. അവൻ അങ്ങോട്ട് ഗൈസ് പോകണം. അവൻ്റെ പിന്നിൽ പോയി നോക്കാം. അവന് ഈ ഗെയിമത്തെ 4x പവറുണ്ട്. 5x പവർ. 5x പവറിൽ കയറിയിട്ടൊന്നും ഉണ്ടാവണില്ലല്ലോ. പിന്നെന്താ ഗൈസ്? അവിടെ 3x പവർ വന്നു ഗൈസ്. അതിന് മാത്രം സ്പീഡ് ബൂസ്റ്റ്. അതെന്താ ഗൈസ്? നമ്മളെ കൺസിഡർ ചെയ്യുന്നില്ല ഗെയിം. അപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇവിടെ 4x വന്നു ഗൈസ്. അപ്പോൾ അവിടെ കേട്ടോ നമുക്ക് ഇതിലെടുക്കാം. 5 ആണോ?
നമുക്ക് ഇവിടെ ചറവറ എടുക്കാം. ഇവിടെയാണ് വർക്ക് ചെയ്യണത്. അപ്പുറത്തെ 2x ഉണ്ട് ഗൈസ്. സെറ്റ് ഹെവൻലി സോംബി അപ്പോക്കലിപ്സ്. നമുക്ക് ഈ ഇവൻറ്റ് കണ്ടിട്ട് ഹെവൻലി നമ്മൾ കണ്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ യൂട്യൂബിൽ ഹെവൻലി കണ്ടിട്ടുണ്ട്. ഇത് പുതിയ സോംബി അപ്പോക്കലിപ്സ് പറഞ്ഞ പുതിയ ഇവൻ്റാണ് ഗൈസ്. നമുക്കത് ഇത് കറിക്കാം. എഗെയിൻ 4x സോംബി അപ്പോക്കലിപ്സിന് വീണ്ടും ചറവറ. നമുക്ക് കിക്കിംഗ് പവർ കൂട്ടാം ഗൈസ്. 2.4 ബില്യൺ 2.4 ബില്യൺ നനങ്ങുന്നില്ല. 2.5 ബില്യൺ. കമോൺ ഫാസ്റ്റ്. കഴിഞ്ഞു. ഇതാ ഇവിടെ ഇവരെന്താ ഇവിടെ 2x പവർ. ഇതിൽ കയറിക്കണോ? എനിക്ക് മനസ്സിലായില്ല. സോംബി സ്കൂളർത്തോ. നമുക്ക് ഇവിടെ നിന്ന് 4x ഇട്ട് അടിക്കാം. 1.2 മില്യൺ കിക്കിംഗ് പവർ ചേർന്നു. ഒക്കെ 3x കയറി അടിക്കാം. അദ്ദേഹത്തെ കിക്ക് ചെയ്ത് തോന്നുന്നുണ്ട് ഗൈസ്. ഇവിടെ 3x വെച്ച് കിട്ടുന്നുണ്ട് ഗൈസ്. ഒരു ഇവൻ്റ് കഴിഞ്ഞു. ഒരു ഇവൻ്റ് എപ്പോഴും ഉണ്ട് ഗൈസ്. ടൈം ടു ഡു ദിസ്. അപ്പോൾ ഇപ്പോൾ ഒരു ഇവൻ്റ് വരും ഗൈസ്. X4 കയറിക്കാം. പെട്ടെന്ന് കിക്കും പവർ കയറും ഗൈസ്. ഇതും കഴിഞ്ഞു. അടുത്തത് ഇവിടെ ഗൈസ്. ഇവിടെ അത്യാവശ്യം ചറവറാന്ന് അടിച്ചോണ്ടിരിക്കുക ഗൈസ്. അടിക്കാം. ഇതിനെല്ലാം അറിയാം ഗൈസ് എവിടെയൊക്കെ വരുന്നൊക്കെ. ഓക്കെ, അടുത്ത് കിട്ടി. ഇവിടെ 10x ഗ്ലോബലിലൊക്കെ ഗൈസ് സെറ്റ്. ഇതാണ് ഗൈസ് സോംബി ഇവൻ്റ്. എക്സിലൻ്റ് കിട്ടി. 2.4 ബില്യണിൽ എക്സിലൻ്റ് കിട്ടി. അവിടെ അറിയില്ല. ബൂസ്റ്റ് ഇപ്പോഴും ഉണ്ട് ഗൈസ്. 100 ലക്കി ബ്ലോക്ക് 4% ട്രാൻസ്ഫോം. 4% ട്രാൻസ്ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. ഇല്ല, മൈറ്റ് ബിഗ് ലക്ക് ഇട്ടൂടെ. അത് വേണ്ട ഗൈസ്. നമുക്ക് കിക്കിംഗ് പവർ കൂട്ടാം. X4 കിക്കിംഗ് പവർ കൂട്ടണം. കഴിഞ്ഞു. ഇനി ഇവിടെ X2 ഇവിടെ ഇല്ല. അദ്ദേഹത്തെ ചറവറ കിക്ക് കേട്ടോ. എന്തോ ഉണ്ടായി. അഡ്മിൻ അബ്യൂസ് ഡിസ്കോ ഗൈസ് പറഞ്ഞിട്ട് സാധനം വന്നു. പെർഫെക്റ്റ് കിട്ടി. X2 റൺ സ്പീഡ് ഹാസ് ബീൻ ആണ്. 2 വട്ടം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് 2x വീതം കിട്ടും. നമുക്ക് 4x വീതം കിട്ടുകയാണ്. ഡിസ്കോ അപ്പോക്കാലിപ്സ് ലോൽ 2x ലിഫ്റ്റ് സ്പീഡ് ഗൈസ് സെറ്റ്. 1 മില്യൺ പെർ സെക്കൻഡിൻ്റെ ചിക്കളത്തേര ഗൈസ്. സ്പീഡ് കേട്ടോ. ഞാൻ എന്താ പറന്നു. 2x ലിഫ്റ്റ് സ്പീഡ് മൾട്ടിപ്ലെയർ. ഇതിൻ്റെ വോളിയം മിക്കവാറും മറ്റേ കോപ്പിറൈറ്റ് അടിക്കാൻ കഴിച്ചു. അതുകൊണ്ട് ഞാൻ സൗണ്ട് കുറച്ചിട്ടുണ്ട്. അടിച്ച പൂക്കുണ്ട് ഗൈസ്. എക്സലിൻ്റെ അടിച്ച. പക്ഷേ അത് സെലസ്റ്റിയലിന് എത്തുള്ളൂ. സെലസ്റ്റ് 1.1 മില്യൺ. ഈ മിയോളിക്ക് പക്ഷെ ആവശ്യമില്ല ഗൈസ്. ഇതൊക്കെ സുഖമായി കടക്കാട്ടോ ഗൈസ്. ഇപ്പോൾ ശരിക്ക് മിയോളിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇപ്പം ഇവനിലൊക്കെ ഉണ്ട്. സൗണ്ടൊക്കെ വെക്കാൻ പറ്റില്ല. കോപ്പിറൈറ്റ് അടിക്കും ഗൈസ്. നമുക്ക് X5 അടിക്കാൻ ഗൈസ്.
അതേത് ഒരേ കിക്കും കേട്ടോ ഗൈസ്. പൈസ ഒരു എക്സിലൻ്റ് കൂടി നല്ല സ്പീഡിൽ പോയി ഗൈസ്. എന്തായാലും അവിടെ തന്നെ എത്തുള്ളൂ. 14x ലക്ക് ഇൻ 13 മിനിറ്റ്. 14x ലക്കോ ഗൈസ്, സീനായിരിക്കും. ഈ അഡ്മിൻ എപ്പിസോഡ് സീനായിരിക്കും ഗൈസ്. 1.8 മില്യൺ. ഇത് കൈ കിടക്കാം. 1.8 മില്യൺ പെർ സെക്കൻഡ് ഗൈസ്. കൈ കിടക്കട്ടെ. ഇത് സ്പീഡുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഒന്നും സ്പീഡ് കൂടിയില്ല പ്രശ്നം, തെറിച്ചു പോകും. ഐ വാണ്ട് സ്റ്റാക്ക് മോർ ഇവൻറ്റ്സ്. ഇനി ഇവൻ്റ് കൊണ്ടുവരാൻ പോകുക തോന്നുന്നുണ്ട് ഗൈസ്. പക്ഷെ ഇപ്പം തന്നെ ലൈക്ക് സോ ലെറ്റ്സ് ഗോ. ഷോൺ ആൻഡ് മിക്കി ആർ ബോറിങ്, സോ ലെറ്റ്സ് ഗോ. കോൺ സഹോ ആവശ്യമില്ല. 1.5x കേക്ക് പവർ ഹാസ് ആഡഡ്. അപ്പം എന്തുണ്ടായി? നമുക്ക് കിക്കും പവർ കൂടും. നമുക്ക് ഇവിടെ ഒന്ന് അടിച്ചു നോക്കാം. ഇവിടെ 4 പവർ ഇവിടെ ഒന്ന് അടിക്കും. 2 ലക്കി ബ്ലോക്ക് ആസ് ആഡ്. 2 ലക്കി ബ്ലോക്ക് വീതം പോകും ഗൈസ്. ഇപ്പോൾ എക്സലൻ്റ് കിട്ടിയ ഗൈസ്. പക്ഷെ 2 ലക്കി ബ്ലോക്ക് വീതം സെലസ്റ്റിയൽ എത്തണില്ല. അതല്ല, ഒരു ട്രേറ്റ് കിട്ടി. വെറ്റ് ട്രേറ്റ് അതുകൊണ്ട് പകിയല്ലല്ലോ കണ്ടത്. യെസ്, അതിന് വെച്ച ട്രേറ്റ്. പിന്നെ ഒരു ക്രുപ്പകിന് മോൾട്ടൺ ട്രേറ്റ്. അടിപൊളി. എനിക്ക് ഇഷ്ടമുള്ള 2 ട്രേറ്റ് കിട്ടി. ഓൾറെഡി ഒരു മോൾട്ടൺ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ വെറ്റ് ഉണ്ടായിരുന്നില്ല. വെറ്റ് മ്യൂട്ടേഷനുള്ള കിട്ടി. 8x ഗ്ലോബൽ ലക്ക്. 10x എന്ന് 8x ആയി. കുഴപ്പമില്ല, നമുക്ക് 2 നല്ല ബ്രെയിനോട്ടിന് കിട്ടി. ഈ അവസരം നന്നായി മുതലാക്കുക ഗൈസ്. പഠിച്ച എത്തർണൽ പ്ലസ് വരെ എത്തും. അത് 2 ലക്കി ബ്ലോക്ക് വീതം. അത് എക്സിലൻ്റ് അടിക്കുമ്പോൾ എത്തർണൽ പ്ലസിൻ്റെ നടുവിൽ അറ്റത്തെത്തി ഗൈസ് ഏകദേശം. വീണ്ടും പകി. യെസ്, ലെറ്റ്സ് ഗോ. പക്ഷേ എനിക്ക് നല്ല ലക്കാണ് ഗൈസ്. ഇന്ന് രാവിലെ ഒന്നും ലക്കില്ലെങ്കിൽ ഇപ്പം ലക്കുണ്ട് ഗൈസ്. രാവിലെയൊക്കെ ഞാൻ കുറേ നേരം ട്രൈ ചെയ്ത് എന്തെങ്കിലുമൊക്കെ നല്ല കിട്ടാൻ ഒന്നും കിട്ടില്ല. പക്ഷേ ഈ അഡ്മിൻ ലിവേഴ്സ് ഫുള്ള് സീനായി ഗൈസ്. നല്ല ബ്രെയിനോട്ടൊക്കെ കിട്ടി. പാട്ട് കേൾക്കാൻ പറ്റില്ല എന്നുള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല. നല്ല ട്രേറ്റുള്ള ബ്രെയിനോട്ട് അടിച്ചു. ഓക്കെ, ബ്രെയിനോട്ടിന് കൈ കയറി. പക്ഷെ നമുക്കിപ്പോഴും ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് നല്ല ബ്രെയിനോട്ടിന് ഏൺ ചെയ്യാൻ. എക്സിലൻ്റ് അവിടെ എത്തുമോ നോക്കട്ടെ. എത്തും ഗൈസ്. റോക്കറ്റ് വിട്ടാലും കൊണ്ട് ബ്ലോക്ക് അപ്പ് മോർ ഇവൻറ്റ്സ്. ഇനി ഇവൻ്റ് കൊണ്ടുവരുന്ന തോന്നുന്നുണ്ട് ഗൈസ്. ഏതൊക്കെ 2 ബ്രെയിനോട്ട് അടിച്ചു നോക്കിയ കണ്ടില്ല ബാരിൽ കാരണം. സ്റ്റേഡിയം ഇവൻ്റ് സ്റ്റാർട്ടായി. പിന്നെ വീണ്ടും ഒരു ക്രുപ്പകിനെയും കിട്ടി, ഹോട്ട്സ്പോട്ടിനെയും കിട്ടി ഗൈസ്. 2 പ്ലാസ്മ. ആഡം ഗൈ നോ ടീം ജെയിംസ് ആഡം ഗൈ അടിച്ചിട്ട് സ്പീഡ് പോലെ ഗൈസ്. അതിലുള്ളപ്പോൾ ക്രുപ്പകിനൊക്കെ നമുക്ക് ബേസിൽ പ്ലേസ് ചെയ്യാം. പിന്നെ അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. എക്സ്2 സ്പീഡ്. യെസ്, ഇതാണ് ടൈം. എത്ര എക്സ്2 സ്പീഡ് കേട്ടോ ഗൈസ്. പാട്ട് വീണ്ടും വന്നു. ഞാൻ ഓഫ് ചെയ്ത് വീണ്ടും ഓണായി ഗൈസ്. അത് ഓഫ് ചെയ്തിട്ടല്ലെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കും. വീണ്ടും പാട്ട് ഓഫാക്കി. ഇപ്പോഴാണ് പറ്റിയ അവസരം. നേരെ പോയി കിക്ക് ചെയ്തോ ബ്രൈനോട്ടിന് വേണ്ടിയത്. എക്സ്2 സ്പീഡ് ഉണ്ട്. എക്സലൻ്റ് കിട്ടി, പക്ഷെ അവിടെ എത്തും ഗൈസ്. എന്തായാലും എക്സലൻ്റിൽ എത്തണം. പ്ലസിൻ്റെ 3/4 ഭാഗം കവർ ചെയ്യിക്കി. പ്ലസ് ഗൈസ്, എത്തണം. പ്ലസ് എത്തി.
വീണ്ടും ക്രിപ്പക്കും ഹോട്ട്സ്പോട്ടും. പക്ഷെ ഇപ്രാവശ്യം വേറെ മ്യൂട്ടേഷൻ. ഒന്ന് ഡയമണ്ട്, പിന്നെ ഒന്ന് മോൾട്ടൺ. കുഴപ്പമില്ല ഗൈസ്, നല്ല നല്ല മ്യൂട്ടേഷൻ ഉണ്ട്. ബോളൂടി കളക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ രണ്ടിനും നടുവിൽ വരണം ഗൈസ്. അതില്ലെങ്കിൽ ക്രിബക്കിൻ്റെ മേത്തടിക്കണം. അല്ല ഗൈസ്, രണ്ടിലടിച്ചാലും വരുന്നുണ്ട്. 126 ക്രിബക്ക് പകിയും കിട്ടി, ഹോട്ട്സ്പോട്ടിനെയും കിട്ടി ഗൈസ്. ഇനി കിക്ക് ചെയ്യാം. അത് കിക്ക് മറ്റേ പെർഫെക്റ്റ് എത്തുമ്പോഴൊക്കെ ജമ്പ് പിടിച്ച് വെക്കും ഗൈസ്, അതാണ് പ്രശ്നം. ഹാക്കഡ് OG സെലസ്റ്റിയൽ എത്തലിൽ പ്ലസ് സെറ്റ്. പക്ഷെ നല്ലത് വേണ്ട വന്ന ഗൈസ്, പക്ഷേ ഇതെല്ലാം കിട്ടണല്ലോ. ബട്ട് 0. വാട്ട് ഇഫ് യു ഡു 20x ലക്ക്, 0.5x കിക്ക് സ്പീഡ്. ഞാൻ എന്താ ആഡ് ചെയ്തു ഗൈസ്? ഇനി 5 ലക്കിയുള്ളൊക്കെ ആക്കണം ഗൈസ് എനിക്ക്. അതാണ് ഞാൻ വെയിറ്റ് ചെയ്യണം. ഞാൻ യൂട്യൂബിൽ കാണുന്നുണ്ട് ഇൻസൈൻ 14 ലക്ക്. ലെറ്റ്സ് ഡു എ പോൾ. എൻ്റെ കയ്യിൽ OG ആയിട്ട് ഈ 3 ഗൈസ്. ഇത് വീണ്ടും പാട്ട വന്നു ഗൈസ്, അതൊക്കെ നമുക്ക് കളയാം. എക്സലൻറ്റ്. പക്ഷെ അവിടെ എത്തില്ല. എത്തും. ഇതെന്താ ബ്ലോക്ക് കിക്ക് ബോൾസ് ടു ഗോൾസ്? ഇല്ല, ദൂരം കൂടില്ല ഗൈസ്. ലക്കും പോയി, ഇവൻ്റും കയ്യിലും. ഓ, രണ്ട് നല്ല ട്രേറ്റ് അടിച്ച ബ്രോട്ടറി കിട്ടി. 3.3 മില്യണും 100 ട്രേറ്റ്. ഫസ്റ്റ് 100 ട്രേറ്റ് കിട്ടി ഗൈസ് എനിക്ക്. മറ്റേ ക്രയലോണി പിസലോണി ഡെയിലി 100 ട്രേറ്റ് കിട്ടി. യെസ്, കമോൺ ലെറ്റ്സ് ഗോ. അതിനാണ് ഗൈസ്, ക്രസിലോണി പിസലോണിക്കാണ് എനിക്ക് 100 ട്രേറ്റ് കിട്ടി. എന്തായാലും ഇത് ഇതോടെ എത്തുള്ളൂ. സെലസ്റ്റിയൽ 1 ലക്കി ബ്ലോക്കായി. ഇനി 2 മിനിറ്റ് ലാഗ് അടിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും മറ്റേതാക്കും. എന്താ അതിൻ്റെ പേര്? മറ്റേ അഡ്മിനിബീസ് വീണ്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. 2 മിനിറ്റ് ഡിലേ ഉണ്ടാവും. ഈ സമയത്ത് ട്രെയിൻ ചെയ്താലോ എന്നാണ് ആലോചിക്കണേ. ലക്ക് ബട്ട് 2x കിക്ക് സ്പീഡ്. 20x ലക്ക് ബട്ട് 0.5x. നമ്മുടെ ഈ 100 ട്രേറ്റ് അടിച്ച ക്രയലോണിയിലെ മേടിച്ച് കൊടുക്കും. വോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ വോട്ട് ചെയ്തു. ഈ OG ആണ്. നമുക്ക് സെലസ്റ്റിയലിൽ മാത്രം വയ്ക്കാം. എത്ര സെലസ്റ്റിയലുണ്ട്? ഈ സെലസ്റ്റിയൽ കിട്ടുമോ? ഈ സെലസ്റ്റിയൽ കിട്ടുമോ? ആ സെലസ്റ്റിയൽ പോയാൽ കുഴപ്പമൊന്നുമില്ല. ഒരു ട്രേറ്റും ഇല്ല. ഗെയിം പാട്ട് വന്നു. ഈ പാട്ട് കോപ്പിറൈറ്റ് ആവാൻ നല്ല ചാൻസ് ഉണ്ട് ഗൈസ്. ഞാൻ കോപ്പിറൈറ്റ് അടിപ്പിക്കാൻ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടണമെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. നമുക്ക് നമ്മുടെ ഉള്ള ബാക്കി ബ്രെയിനോട്ടിനൊക്കെ സെല്ല് ചെയ്യാം. നമുക്ക് സെല്ലാണ് ബ്രെയിനോട്ട്. ഇപ്പം ഇതൊന്നും ബ്രെയിനോട്ടല്ലേ. ഇത് ബ്രെയിനോട്ടല്ലേ. ഐ വാണ്ട് ടു സെൽ മൈ ഇൻവെൻറ്ററി. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്. നടണ്ട്. ഓക്കെ, പേര് പിന്നെ സ്റ്റാർട്ടാകാൻ പോണേ നോക്കാം. അന്നേരം നമുക്ക് ട്രെയിൻ ചെയ്യാം ഗൈസ്. അദ്ദേഹത്തോട് തിരിച്ചെത്തി ഡെഡായിട്ട്. അദ്ദേഹത്തെ ചറ പറക്കിക്കും ഗൈസ്. അപ്പം നമുക്ക് കിക്ക് ചെയ്യാം. അവനറിയാർക്ക് ഇനി നല്ല എന്തെങ്കിലും കിട്ടുന്നു, അതുകൊണ്ടായിരിക്കും. അപ്പം നമുക്ക് കിക്ക് ചെയ്യാം. അവന് കിട്ടിയാൽ നമുക്ക് കിട്ടണം. 3 മിനിറ്റിൽ നെക്സ്റ്റ് ഇത് തുടങ്ങും ഗൈസ്. ഇവൻ്റ് എത്തർണലെത്തി ഗൈസ്. എത്തർണലിൻ്റെ അവിടെ നിന്ന് എന്ത് കിട്ടും? ബനാനീറ്റ ഡോൾഫിനീറ്റ ട്രേറ്റ്. ഏത് ട്രേറ്റ്? പ്ലാസ്മ ട്രേറ്റ് അടിച്ച ഡ്രാഗൺ ഫ്രൂട്ടീന ഡോൾഫിനീറ്റ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. തൊണ്ടയ്ക്കൊരു കുഞ്ഞ് പ്രശ്നമുണ്ട് ഗൈസ്, അതുകൊണ്ട് സൗണ്ട് ഇത്തിരി ക്ലിയർ ഉണ്ടാവില്ല. 20x ഗ്ലോബൽ ലക്ക് ഗൈസ്. അടിപൊളി. 20x ഗ്ലോബൽ ലക്ക് ഹാസ് ബീൻ എനേബിൾഡ്. നമുക്ക് ടിക്ക് ചെയ്യാം ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് 20x ലക്കൊക്കെ കാണുന്നത് ഈ ഗെയിമിൽ.
2x വരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ലോഡ്സ് ഓഫ് വെതേഴ്സ്, അത് ചത്തു ഗൈസ്. ബേക്കൺ ഇതെന്തായാലും ഇവിടെ ഒരു ഗോഡിൽ എത്തും. ഓക്കെ, ട്രേറ്റ് വന്നിട്ടുണ്ട്. ബേക്കൺ വന്നു, ഹെവൻലി വന്നു. പിന്നെന്താ ഇതെന്താ കാർണിവല്, ഏലിയന്, ടൈം ടു ഗോ നട്ട്സോ ഗൈസ്. ഗ്രേറ്റ് അടിച്ച ലോജി എത്തി. ഗ്രേറ്റിൽ സെലസ്റ്റിയൽ, അതാ ഗ്രേറ്റ് അടിച്ചപ്പോൾ സെലസ്റ്റിയൽ. അപ്പം എക്സലൻ്റ് അടിച്ചാലോ എത്രണ്ണിലെത്തില്ലേ പ്ലസ്. സ്ലോ മോ കിക്സോ എന്താണെന്നറിയില്ല. എക്സലൻ്റ്. അപ്പോൾ എക്സലൻ്റ് അവിടുത്തെ സ്ലോ മോഷനാണ്. സ്ലോ മോ കിക്സ് ആർ ബോറിങ്. സ്ലോ കിക്സ് ആർ ബോറിങ്. ഏതെങ്കിലും ഒരു ട്രേറ്റ് അടിച്ചാൽ മതിയായിരുന്നു ഗൈസ്. ഉണ്ടോ? സ്ലോ ആയി പോവും. അങ്ങനെ എത്തോടി സെലസ്റ്റിയല് വീഴത്. വൈ ഓൺലി വൺ ലക്കി ബ്ലോക്ക്. എന്താ കിട്ടി? സെലസ്റ്റിയൽ 5.7 മില്യൺ, ഡ്രാഗൺ ഫ്രൂട്ടിന് ഡോൾഫിനിറ്റ. ഏത് ട്രേറ്റാ? ഷാഡോ ട്രേറ്റ് അടിച്ച ഡ്രാഗൺ ഫ്രൂട്ടിന് ഡോൾഫിനീറ്റ ഗൈസ്. സെറ്റ് ഡ്രാഗൺ ഫ്രൂട്ടിന് കിട്ടി 5.7 മില്യൺ. അപ്ഗ്രേഡ് ചെയ്താൽ സീനാവും. നേരെ കൊണ്ട് ബേസിൽ വയ്ക്കാം. ഇതെന്താ കാശ് മതിൽ കയറി നോക്കിയ ബേസിന് കൊണ്ടേ കയറാൻ പറ്റില്ല. കാശ് ഇതെന്താ താങ്ങ? ഇത് കാരനേക്ക് മണ്ടേ കയറാൻ പറ്റില്ല ഗൈസ്. ആ കാർണിവല് കാരനേക്ക് മണ്ടേ കയറാൻ പറ്റത്തില്ല. 2x മറ്റേ ലക്കി ബ്ലോക്ക് വന്നോ? ഇല്ല ഗൈസ്. 2x കിക്ക് സ്പീഡ് ആക്ടിവേറ്റ് ചെയ്തു. കിക്ക് സ്പീഡ് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഗൈസ് നമ്മളിങ്ങനെ സൂപ്പർ സ്പീഡിൽ പോകുന്നത്. ഷോൺ ഗൈ ലെറ്റ്സ് ഗോ. ഈ മിയോള് മോൾട്ടനാണോ ലാവയാണോ എന്നറിയില്ല. മോൾട്ട് 1.6 ഒക്കെ വേണ്ട ഗൈസ്. നല്ല നല്ല ട്രേറ്റ് അടിച്ച ബ്രയോട്ടനാണ് നമുക്ക്. എന്താണ് ഗൈസ് ഉണ്ടായത്? നെറ്റർ റീകണക്ട് ചെയ്യും മിക്കവാറും ഗൈസ്. നമുക്ക് അതേരം അപ്പുറത്തേക്ക് പോയിട്ട് വരാം. അമ്മായി നോട്ടിന് അത്തറിനല്ല. അപ്പം ശരി ഗൈസ്. നെറ്ററായിരുന്നില്ല. 2 ലക്കി ബ്ലോക്ക് വെച്ച് അടിച്ചു നോക്കാം. 2 ലക്കി ബ്ലോക്കിൽ എവിടെ എത്തും? സെലസ്റ്റിയൽ ഒരെണ്ണത്തിന് ഹെവൻലി ട്രേറ്റ്, ഒരെണ്ണത്തിന് വോൾക്കാനിക് ട്രേറ്റ്. 2 സ്ട്രോബെറി എലിഫന്റ്. കുഴപ്പമില്ല. 15-16 മില്യൺ. ഒന്നും 15 മില്യൺ, ഒന്നും 14 മില്യൺ. സെറ്റ് മതി. എന്തായാലും തന്നല്ല. അത് ഹെവൻലി ട്രേറ്റ് വോൾക്കാനിക്, രണ്ടും ഡിഫറെൻറ്റ് ട്രേറ്റിൽ മതി നമുക്ക്. ബൈ ബ്ലോക്കപ്പിനോട് ബൈ പറഞ്ഞു ഗൈസ്. ഷോൺ ഗൈ ആൻഡ് ഹായ് വേർഡിനെ ഹായ് കൊടുത്തു. ഇതിന് ട്രേറ്റ് അടിച്ചില്ല ഗൈസ്. 2 ചിക്കളത്തേര ഒരേ മ്യൂട്ടേഷൻ സെറ്റ് സീനല്ലേ. ഷോൺ ആഡ് സോംബി. ഓക്കെ, സോംബി അണ്ടർ ട്രേറ്റും വന്നിട്ടുണ്ട്. ഞാൻ അണ്ടർ ട്രേറ്റും കിട്ടും. പക്ഷെ ലക്ക് വേണം. പക്ഷെ എനിക്ക് ആ ലക്കില്ല. ഗ്ലോബലിൽ 20x ലക്ക് കിടക്കണ്ടല്ലോ, എനിക്ക് ലക്കില്ല. പ്രകാശം നമ്മളിതാ അടുത്ത കിക്ക് 3, 2, 1 അബാം. പക്ഷെ നമ്മൾ അടുത്ത കിക്ക് ചെയ്തു. എന്താ എടുത്തു? എന്താ ഉറപ്പ്? സെലസ്റ്റിയൽ എത്തുമ്പോഴാണ് സ്ട്രൈറ്റ് അടിക്കണം നല്ലത്. വീണ്ടും നല്ല ട്രേറ്റ് അടിച്ചപ്പോൾ കിട്ടി 3x ലക്കിയ ബ്ലോക്ക് ഗൈസ്. ലെറ്റ്സ് ഗോ, കമോൺ. ഒരു പ്ലാസ്മയും കിട്ടി, ഒരു മോൾട്ടൺ സ്ട്രോബെറിയും കിട്ടി.
നെക്സ്റ്റ് ക്യാഷ് ആഡ് ബീൻ ആഡ്. നെക്സ്റ്റ് ക്യാഷ് ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അയ്യോ അത് 1.5x കിക്ക് ബാർ. 19.4 മില്യൺ രൂപ പകിലോൽ 3x ലക്കി ബ്ലോക്ക് ഗൈസ്. ഈ 1.5x കിക്കും ബാർ വരുമ്പോഴാണ് ഗൈസ് നമ്മളിത് എത്തർണൽ എത്തണത്. റേറ്റ് അടിക്ക് കുഴപ്പമില്ല. ഏതൊക്കെ ഒരു കറുപ്പക്ക് പിന്നെ ഏതൊക്കെയാ 2 കറുപ്പക്ക് എല്ലാം ഒരേ മൂട്ടാ. ശരി 2 കറുപ്പക്ക് എല്ലാം ഒരേ കാശും എല്ലാം ഒരേ മണി. അപ്പം നമുക്ക് ഇതിനെ സെക്യൂർ ചെയ്തിട്ട് നെക്സ്റ്റ് എടുക്കാം. ഇതിൽ ഓജി കിട്ടുന്നതൊക്കെ നല്ല വാല്യൂ ഉള്ള ഓജി കേട്ടോ. സെലസ്റ്റേൽ കിട്ടുന്നതൊക്കെ കുറവാണ്. ഓജി ഇതിനേക്കാൾ ബെറ്റർ റേറ്റ് അടിക്കുന്നുണ്ട്. അതാണ് മെയിൻ. പജി എന്നാണ് എൻ്റെ പേര് ഗൈസ്. നമുക്ക് നെക്സ്റ്റ് എക്സിലൻ്റ് ആണ്. കുഴപ്പമില്ല. മറ്റേണ്ടല്ലോ എത്ര ഇവൻ്റെ നോക്ക് ഗൈസ്. ഇവൻ്റെ നിറഞ്ഞു. ഹാക്കഡ് ഓജി സെലസ്റ്റേൽ എത്തണൽ പ്ലസ്. ഓക്കെ നല്ല നല്ല ട്രൈറ്റ് വല്ലതും അടിച്ചാൽ ഇല്ല അടിച്ചില്ല. ബെലൂക ആണോ? അല്ല ത്രല്ലേ ഡോൺ ഗൈസ്. കുഴപ്പമില്ല. നല്ല പ്രൈവറ്റ് തന്നെയാണ്. റയറാണ്. 2.5 മില്യൺ പെർ സെക്കൻഡ്. പ്ലാസ്മ ഡയമണ്ട് പ്ലാസ്മ. എന്താ ട്രേറ്റ് അടിക്കാത്തത് കുറേ. ഇപ്പം സ്റ്റീൽ എവിടെയാണോ ചറ പറ ട്രൈറ്റ് അടിക്കും. പക്ഷെ ഊള പ്രൈവറ്റ് ചെയ്യാന്ന് മാത്രം. നെക്സ്റ്റ് കിക്ക് എക്സിലൻറ്റ്. ഓക്കെ നോ പ്രോബ്ലം. കിക്ക് സ്പീഡ് x2 റൺ സ്പീഡ്സ്. എത്തർണൽ പ്ലസ്. ഒരെണ്ണത്തിന് വിച്ചഡ് റേറ്റ് കിട്ടി. ഒരെണ്ണത്തിന് വേറെ വോയിഡ് റേറ്റും കിട്ടി. 3 ക്രൂപ്പച്ച് പജി. അതിൽ ഒരു ക്രൂപ്പക്കിന് എൻചാൻഡ് റേറ്റ്, ഒരു ക്രൂപ്പന് വോയിഡ്, ഒരെണ്ണത്തിന് പ്ലാസ്മ സെറ്റ്. എല്ലാത്തിനും വെവ്വേറെ ട്രേറ്റ്. അടിപൊളിയില്ലേ? അതിൽ ട്രേറ്റ് വന്നില്ല. അത് മതി 3 സെലസ്റ്റേലിന്. പക്ഷെ അത് 6 മില്യൺ 4 മില്യൺ 6 മില്യൺ 2 മില്യൺ അത്രേ ഉള്ളൂ. എല്ലാം ക്രൂപ്പ് പജി കേട്ടോ പൈസ. ക്രൂപ്പ് പജി. നെക്സ്റ്റ് 3 ലക്കി ബ്ലോക്ക് ഈസ് ഗോയിങ്. എത്തർണൽ പ്ലസ് എത്തി. ബാക്കൺ റേറ്റ് കിട്ടി. നല്ല എന്തെങ്കിലും എന്താ അതിൽ ക്രൂപ്പ് തന്നെ. ഇതെന്താ ക്രൂപ്പ് പജി. എടാ എല്ലാത്തിലും ക്രൂപ്പ് പജി 2 പ്ലാസ്മ. എന്താ ഇതിങ്ങനെ? ഇവനെ അത് കിട്ടാൻ കൊതിക്കാണ്. ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ. വേറൊരു സെലസ്റ്റേലിലേക്ക് എത്തർണൽ എന്തെങ്കിലും എന്താടാ. എത്തർണൽ പ്ലസ് എത്തിയിട്ട് ഒരു എത്തർണലും കിട്ടാത്തവൻ ഞാൻ തന്നെ. ഇപ്പോൾ അവിടെ വേൾഡ് കപ്പ് നടക്കുന്ന ടൈമിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അത് കാണാതെ ഇവിടെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴേക്കും കളി തീരില്ലെന്ന് പ്രതീക്ഷിക്കാം. എക്സിലൻ്റ് കേൾക്കാൻ ഇതർ. നെക്സ്റ്റ് എത്തർണൽ പ്ലസ്. അങ്ങനെ നേരെ നമ്മൾ എത്തർണൽ പ്ലസ്സിലെത്തി. നല്ല ട്രേറ്റ് എല്ലാം കിട്ടിയില്ലല്ലോ. ട്രേറ്റ് ഒന്നുമില്ല. അതിൻ്റെ എത്തർണൽ പറഞ്ഞിട്ട് വന്നാൽ നമുക്ക് ഡെഡായി നോക്കാം. അപ്പോൾ ചിലപ്പോൾ ഇടം നമുക്ക് നല്ല ട്രേറ്റ് അടിച്ചാൽ നല്ല സെറ്റ് എത്തർണലിനെ തന്നാലും നമുക്ക് ഇനി ട്രെയിൻ ചെയ്താലോ. X5 ഇതിൽ കിക്കുമ്പോൾ റൂട്ട് എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം ഗൈസ്. 2x ക്യാഷ്. നമ്മൾ ചറ പറയാതെ ഇതാക്കിക്കൊണ്ട് കിക്കുമ്പോൾ ഇത്തിരി കൂട്ടി. 2.5 ബില്യൺ തന്നെ. എക്സിലൻ്റ് അനദർ 3 ലക്കി ബ്ലോക്ക്. 10x global luck has been activated guys. എത്തർണൽ പ്ലസ്. ഹെവൻലി ട്രേറ്റ് ഒന്നിന് വേറെ ട്രേറ്റും ഇല്ല. ഹെവൻലി ട്രേറ്റ് അടിച്ചാൽ ഗ്രൂപ്പൊക്കെ
ഈ ലക്ക് എന്തിനോടെ എനിക്ക് തന്നിരിക്കണം. പക്ഷെ ഒന്നും കിട്ടണില്ല നല്ലത്. ഫുള്ള് ക്രൂബക് പാഗി അത്രയേ ഉള്ളൂ. പിന്നെ പോഡ് ഹോട്ട്സ്പോട്ട് ക്രൂബക് പാഗി. ഒരു ത്രാലലഡോണാണ് ഇതിലൂടെയും ബെറ്ററായി കിട്ടിയത്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഡോൾഫിനിറ്റി. പിന്നെ മൊത്തം ക്രൂബക്ക് വേറെ ഒന്നും കിട്ടണില്ല ഗൈസ്. ക്രൂബക്ക് എല്ലാം എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും എത്ര ക്രൂബക്കാന്ന് നോക്ക് ഗൈസ്. ഇൻവെർട്ടർ എടുത്ത് നോക്കിയാൽ മൊത്തം അതായിരിക്കും. ഇത്ര അടിച്ചാലും മറ്റേത് എത്തും. എത്തർണൽ പ്ലസ് ഇപ്പം തന്നെ എത്തുന്നതാ എത്തി ഇല്ലേ. ഒരു ബേക്കൺ ട്രൈറ്റ് കിട്ടിയ കാര്യമില്ല. ബേക്കൺ സ്ട്രോബെറി ഫൈൻ ഗൈസ്. ബേക്കൺ സ്ട്രോബെറി ഇതെന്ത് 4x നമുക്കൊന്ന് ഇത് ഈ ബ്രേഡ് കളഞ്ഞിട്ട് ഒന്ന് നേരെ അടിക്കാണ്ട്. ഞാൻ 4x ലക്കി ബ്ലോക്കായി ശ്രദ്ധിച്ചില്ല. ഇത് ബ്രെയിനോട്ട് ഫാമിംഗ് ആണ് ഗൈസ്. ഒരേ ഫാം. ഓക്കെ പെർഫെക്റ്റ്. 4x ലക്കി ബ്ലോക്ക് ബ്രെയിനോട്ട് ഫാമിംഗ്. എത്തർണൽ ഗൈസ്. ഒരു ട്രൈറ്റും ഇല്ല. പക്ഷെ കുഴപ്പമില്ല. നല്ല ബ്രെയിനോട്ടിന് കിട്ടി. 2 മില്യൺ 1.9 മില്യൺ 2.9 മില്യൺ 2 മില്യൺ 4 നല്ല ബ്രെയിനോട്ടിന് കിട്ടി ഗൈസ്. 4 അടിപൊളി ബ്രെയിനോട്ട്. പക്ഷെ കുഴപ്പമില്ല. മറ്റേ ക്രൂപ്പക്കിനേക്കാൾ നല്ലതെന്ന് പറയുന്നില്ല. ഇതിനൊക്കെ നല്ല ക്രൂപ്പക്ക് വന്നാൽ മതിയായിരുന്നു. ബേക്കൺ ഉണ്ട് ഇപ്പോൾ. ഹെവൻലി ഉണ്ട് ഇപ്പോൾ. ഫാൻറ്റം ഉണ്ട് ഇപ്പോൾ. ടോക്സിക് കിക്ക് ഉണ്ട്. സോംബി അപ്പോക്കാലിപ്സ് ഉണ്ട്. പക്ഷേ ട്രൈറ്റ് അടിക്കില്ല. സോംബിയുടെ ആകെ ഒരു ട്രൈറ്റ് അടിച്ച ബ്രെയിനോട്ട് എൻ്റെ ബേസിലുണ്ട്. നമുക്ക് അടുത്ത എക്സിലൻ്റ് കേക്ക് അതെന്തായാലും മറ്റവിടെ ആയിരിക്കും. മറ്റേ സെലസ്റ്റിയൽ ഇതാ നെക്സ്റ്റ് ലക്കി ബ്ലോക്ക്. 100 ട്രൈറ്റ് രണ്ടെണ്ണത്തിന് 100. ബെസ്റ്റ്. ഇത് ചെയ്യാനാ കോൺസഹൂറിനൊന്ന് മിയോളിനൊന്ന് 3 മിയോളും ഒരു കോൺസഹൂറും. അടിപൊളി. എനിക്കതിനെ ഇടിച്ചിടും കൈസ് ചെയ്ത്. കുഴപ്പമില്ല. അഡ്വൈസ് തീരാറായോ അറിയില്ല ഗൈസ്. ഇപ്പോൾ 4x ലക്കി ബ്ലോക്ക് തന്നെ ഉണ്ട്. എത്തർണൽ ഒരു ഫാൻറ്റം ട്രൈറ്റ് അടിച്ചു. ഗുറേറോ ജിജിച്ചാൽ. ഇത്ര ഗുറേറോ ഉണ്ട്. 2 ഗുറേറോ 2 ചിക്കളത്തേര ഒരെണ്ണം ഫാൻറ്റം. അടിപൊളി. ഒരെണ്ണം ചില ഈ 100ൻ്റെയും മറ്റേ ഇതൊക്കെ വരുമ്പോൾ ഒന്നും കാണുന്നില്ല കേട്ടോ. ഈ മറ്റേ ഇതിന് ഫാൻറ്റം ട്രൈറ്റ് അടിച്ച ഗുറേറോന് ഞാൻ മുഖം മാത്രമേ കാണുന്നുള്ളൂ. നമുക്കങ്ങനെ അടുത്ത ഗുറേറോ ഡിജിറ്റാൽ അതും നല്ല ട്രൈറ്റ് ഉള്ള സാധനം. ഇങ്ങനെ പോയി അഡ്മിനി പീസ് കളിച്ചാൽ കുറേ കിട്ടൂല. അടുത്ത പെർഫെക്റ്റ് സെലസ്റ്റിയൽ എത്തർണൽ ഗൈസ്. ഒരു ട്രൈറ്റും ഇല്ല. ഒരു മൊത്തം ഗുറേറ ഗൈസ്. മൊത്തം ഗുറേറ എല്ലാം. 2 പ്ലാസ്മ ഒരു ഡയമണ്ട് ഒരു ഷാഡോ. ഫുള്ള് ഗുറേറോ. സെലസ്റ്റിയലും മഴയാണ് ഗൈസ്. അഡ്മിനിപ്പീസ് ഫാമിംഗ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇത്തിരി ഇവൻ്റ് വരുന്നവരെ ഇത്തിരി ട്രെയിൻ ചെയ്തല്ലോ ഗൈസ്. 10 മിനിറ്റാണ് മറ്റേ 2x എടുത്തത്. അതാണ് ഞാൻ 2x എടുക്കാത്തത്. പെട്ടെന്നങ്ങനെ ഇവൻ്റ് സ്പോൺ ചെയ്ത് 2x എടുക്കണം നിർത്തിയിട്ട് മറ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആവും ഗൈസ്. അതുകൊണ്ട് ഇവിടെ മറ്റേ ഒന്നുമില്ലല്ലോ. ഇവൻ്റെ കഴിഞ്ഞോ ഗൈസ് അറിയില്ല. ഇതൊന്നും പറഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ ഇവൻ്റ് കഴിഞ്ഞോ കേട്ടോ. അപ്പം അറിയും കഴിഞ്ഞില്ലേന്ന്. അതേത് കുറേ അല്ല കഴിഞ്ഞിട്ടില്ല. 15x ഗ്ലോബൽ ലക്ക് ഹാസ് ബീൻ ആഡഡ്. പിന്നെയും തുടങ്ങണുള്ളൂ ഗൈസ്. ഇത്തിരി കൂടി കഴിഞ്ഞാൽ ശരിക്കും തുടങ്ങും.
ട്രാഷ് ഒജീസ് ആർക്കും വേണ്ട. അഡ്മിൻ എബിയൂസ് ഡിസ്കോ വീണ്ടും വന്നു. എന്തേലൊക്കെ ഇവിടെ ഉണ്ടാവും. എക്സിലൻറ്റ്. ട്രാഷ് ഓജി ആണെങ്കിൽ ഞാൻ ഉടനെ കിടക്കും. പെട്ടെന്നൊരു വൈറ്റ് ലൈറ്റ് ഒന്ന് ബ്ലർ ചെയ്തു. അതിനകത്ത് UFO ട്രൈറ്റ് ഉണ്ട്. UFO ട്രൈറ്റ് ആയിട്ടുള്ള ആദ്യത്തെ ബ്രെയിനൗട്ട് മിയാവുള്ളൂ. 46 മില്യൺ. UFO ട്രൈറ്റിന് എത്രയൊക്കെ ഉണ്ട്? 6 മില്യൺ അല്ലേ? പക്ഷേ ഏലിയൻ ട്രൈറ്റ് അടിച്ച് വേറൊരു ബ്രെയിനൗട്ട് എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് ഞാൻ സെക്യൂർ ചെയ്യണം. ഈ 4 ആവശ്യമില്ല. അദ്ദേഹത്തിനുണ്ട് അൺഡഡ് പ്ലാസ്മ അൺഡഡ്. അപ്പോൾ ഗായ്സ് നമ്മൾ വീണ്ടും വോൾക്കാനോ ഇവൻ്റ് സ്റ്റാർട്ടായി ഗൈസ്. പക്ഷേ എക്സലൻ്റ് ആയിപ്പോയി. കിക്ക് സ്പീഡ് മാത്രമാണുള്ളൂ ഗൈസ്. ഒരു ട്രൈറ്റും ഇല്ല. ട്രൈറ്റ് ഉണ്ട് പക്ഷേ ന്യൂബ് ട്രൈറ്റുകളാണ് ഗൈസ്. നല്ല ട്രൈറ്റ് ഒന്നും ഇല്ല. കുറച്ച് കിക്കിംഗ് പവർ കൂട്ടാൻ കഴിച്ചാൽ അതാ നല്ലത്. പക്ഷെ 10 മിനിറ്റിന് ഞാൻ മറ്റേത് എടുക്കുന്നില്ല. അതൊന്നും പണിയാവും. നമ്മൾ കിക്കിംഗ് പവർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കാം. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലോ. ഇവിടെ പുതിയ സ്റ്റോക്ക് വന്നു. ഒരു കാറിൻ്റെ വന്നു. എക്സ്ക്ലൂസീവ് അല്ല. അതെ എക്സ്ക്ലൂസീവ് അല്ല. അങ്ങനെ എക്സ്ക്ലൂസീവ് തന്നെ ഗൈസ്. ഇനി എന്താണാവോ അടുത്തത് ഗൈസ്. അങ്ങനെ നമുക്ക് ഇനിയും കിക്ക് ചെയ്യാം. ബിലിബീസിൻ്റെ ഇനി വരുന്നത് എപ്പോഴാണെന്നൊന്നും അറിയില്ല. പെർഫെക്റ്റ്. ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. ആക്കഡ് ഓജി സെലസ്റ്റിയൽ എത്തർണൽ ഗൈസ്. എത്തർണൽ. ഓക്കെ എല്ലാ ഓജീസ്. ഫുൾ ഓജീസ് അല്ല സെലസ്റ്റിയൽസ്. ഇത്രയും നേരം കളിച്ചിട്ട് ഒരു ഇതുപോലും കിട്ടിയില്ല ഗൈസ്. എന്താ ഇതിന് പറയുക? എത്തർണൽ ബ്രെയിനൗട്ട്. അത്രയ്ക്ക് ലക്കില്ലാത്തതുകൊണ്ടാണ് ഗൈസ്. ഗൈസ് ഇതെന്താ പുതിയ ഇവൻ്റ് ഒന്നും വരാത്ത? കൈൻ്റെ അഡ്മിൻ ഫീസ് അദ്ദേഹം എന്താ പറയണത്? അദ്ദേഹത്തിന് ലീവായിട്ട് ജോയിൻ ചെയ്യും. പെർഫെക്റ്റ് കിക്ക്. ഈ ഇവൻ്റോടെ അഡ്മിൻ ഫീസ് തീർന്നു പോകുന്നുണ്ട് ഗൈസ്. അറിയില്ല. ലാസ്റ്റ് ടൈം നോക്കാം. ഇവൻ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് ഇവൻ്റ് ആടിയുണ്ട്. എന്തായാലും കിട്ടിയ വെച്ച് സെക്യൂർ ചെയ്യാം ഗൈസ്. ഇപ്പം 3 ചിക്കളത്തേരേനെയും ഒരു ഹോട്ട്സ്പോട്ടിനെയും കിട്ടി. 5x ഒക്കെ ആഡ് ചെയ്യും ചെയ്യണം. അവന് 3 പ്ലാസ്മ ഒരു റെഡി വയ്ക്കുക. വെക്കൊരു 3 പ്ലാസ്മ ഒരു ഡയമണ്ട്. അടിപൊളി. പെർഫെക്റ്റ്. വീണ്ടും പെർഫെക്റ്റ് ഗൈസ്. എത്തർണൽ. വീണ്ടും മൊത്തം ട്രാഷ് സെലസ്റ്റിയൽസ്. ഒരു ബനാനീറ്റ തന്നിരുന്നെങ്കിൽ നമുക്ക് നേരെ പോകും ബേസിലേക്ക്. ഡിസ്കോ ബോൾ ഇവൻ്റ് കഴിഞ്ഞു. ഇടിച്ചടി നോക്കായിരുന്നു മതിയായിരുന്നു. ഈ വോൾക്കാനോ ഇവൻ്റ് ഹെവൻലി ഇവൻ്റും 6 മിനിറ്റ് ചെയ്തപ്പോൾ 12 മിനിറ്റ്. 5 ലക്കി ബ്ലോക്ക് ആഡ് ചെയ്തു ഗൈസ്.
മിക്കറ്റ് ആക്കെ വീണ്ടും തുടങ്ങി ഇവന്റ്. ഞാൻ കഴിഞ്ഞു വിചാരിച്ച് കഴിഞ്ഞിട്ടില്ല. എക്സിലന്റ്. ഇത് കാര്യമില്ല. കുഴപ്പമില്ല. 5 ലക്കി ബ്ലോക്ക് ഇല്ലേ, ഒരെണ്ണം 8x ഗ്ലോബൽ ലക്ക്. നോ പ്രോബ്ലം. ഒരു സെലസ്റ്റിയൽ പോലും കിട്ടില്ല. വീണ്ടും 8x ഗ്ലോബൽ ലക്ക് അഗെയിൻ ആക്ടിവേറ്റഡ്. ഇത് പെർഫെക്റ്റ് ആണ്. ഇപ്പം മിക്കറ്റ് ഗായ് ആണ് ഗൈസ് ഓപ്പറേറ്റ് ചെയ്യണത്. 2 2x എടുത്തിട്ട് നോക്കി കിക്ക് ചെയ്യാം. ഒരു 2x കൂടി. ഓക്കെ, ഇനി നമുക്ക് കിക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, എ പെർഫെക്റ്റ്. യെസ്, കമോൺ, ലെറ്റ്സ് ഗോ. 5x. ഓജി സെലസ്റ്റിയൽ എത്തർണൽ. 5-ലെല്ലാം ന്യൂ ബ്രെയിൻ നോട്ട്സ്. ഒരു ഗോൾഡൻ മ്യൂട്ടേഷൻ ഉണ്ട്, അതാണ് ഏറ്റവും പ്രശ്നം. ന്യൂബ് മ്യൂട്ടേഷൻസ് ഗായ്സ് എഗെയിൻ. അങ്ങനെ പോയാൽ കുറേ സമയം എടുക്കുമല്ലോ ഈ ന്യൂബ് മ്യൂട്ടേഷൻ മാത്രം കിട്ടിയിട്ട്. ഇവരാണെങ്കിൽ നല്ല രീതിയിലൊന്നും ചെയ്യണമില്ല. നല്ല ട്രേറ്റ് കൊണ്ടുവരിക, ഇവൻ്റ് കൊണ്ടുവരിക, പിന്നെ ലക്ക് കൊണ്ടുവരിക, പിന്നെ ഉന്നത്തെ ഒരു +++ എത്തണ പോലെയൊക്കെ. താങ്ക് യു ഗൈസ് ലോട്ട് ഫോർ ജോയിനിങ്. അപ്പോൾ ഇവൻ്റ് കഴിഞ്ഞു ഗൈസ്. ഇതാണ് ലാസ്റ്റത്തെ. ഈ ഇവൻ്റ് എല്ലാം കഴിഞ്ഞ് അഡ്മിനിബൂസ് ഡൺ. We will keep some buffs for another 30 minutes. ഓക്കെ, അനദർ 30 മിനിറ്റിൽ മറ്റേ ഇത് വരും, അനദർ ബഫ് വരും ഗൈസ്. 30 മിനിറ്റ് ഒരു വയ്ക്കണം. ഓ, ഇതാണ് എനിക്ക് ഏറ്റവും വലിയ വേണ്ടത്. ഇതെന്തായാലും അപ്പുറത്തെത്തും. ഒരു ലക്കി ബ്ലോക്ക് ആക്കി ഗൈസ്. അപ്പോഴേക്കും നോ പ്രോബ്ലം. എടാ, ആസ്ട്രോ ടീമിനെ കാണിച്ച് ഈ ന്യൂബ് സാധനം തന്നടാ. വേണ്ട, പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ വരും. എനിക്ക് നല്ല പ്രയോട്ടനി വേണം. ഈ ന്യൂബ് പ്രയോട്ടനി എനിക്ക് ആവശ്യമില്ല. നമുക്ക് അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് കിക്ക് ചെയ്യാം. എക്സിലൻ്റ്. അതെന്തായാലും അവിടെ എത്തില്ല. കിക്ക് സ്പീഡല്ല ആക്ടിവേറ്റ് ചെയ്തത്. 2x ലക്കി ബ്ലോക്ക് ആക്ടിവേറ്റ് ചെയ്തു. കോൺസവൂർ നെല്ല ആവശ്യമില്ല. കിക്ക് പവർ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് ഒന്ന് പെട്ടെന്ന് അപ്പുറത്തെ എത്തർണൽ പ്ലസ് എത്തിയാൽ. യെസ്, കുഴപ്പമില്ല, എത്തർണലെത്തും. ഓജി എസ്എസ്എൽ എത്തർണൽ. ഒരു നല്ല ട്രേറ്റുമില്ല. പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഡോൾഫിനേറ്റ് കിട്ടിയുണ്ട്. സെക്യൂരിറ്റി 712 ഉള്ള ആവശ്യമില്ല. മില്യണിൻ്റെ സാധനം വല്ലതും കിട്ടിയ സെക്യൂർ ചെയ്തല്ലേ. ഇതാണ് എനിക്ക് വേണ്ടത്. 1.5 കിക്ക് പവർ. ഞാൻ പെട്ടെന്ന് അപ്പുറത്തെത്തും. ബൂം. ഞാൻ എത്തർണൽ പ്ലസ് ടയർ. നല്ല ട്രേറ്റ് ഇല്ല, അതാണ് പ്രശ്നം. സ്പീഡ് പ്രശ്നമാണ് ഗൈസ്. തേഞ്ഞ് പണിപ്പാളി. ടോക്ക് സ്പീഡ് കൂടി ആക്ടിവേറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ വേവിടിക്കും, എനിക്കറിയാമായിരുന്നു. ഓക്കെ, സെറ്റ്. ടോക്സ് റണ്ണ് സ്പീഡ് ആക്ടിവേറ്റ് ചെയ്തു. ഞാൻ പെട്ട് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം തന്നെ അവർ ആഡ് ചെയ്തു. എക്സിലൻ്റ് അടിച്ചാലും എന്തായാലും ഉടനെ എത്തും. ഓക്കെ, ഒരു റേഡിയേറ്റീവ് സെലസ്റ്റിയൽ മറ്റേ ഹോട്ട്സ്പോട്ട് കിട്ടി. റോക്കറ്റ് പോലെ പോവുക. ആസ്ട്രോ ടീം അങ്ങനത്തെ ബ്രാൻഡൊന്നും കിട്ടണില്ല ഗൈസ്. അതെന്താ എനിക്കറിയില്ല. അഡ്മിൻ റിവ്യൂസ് ഇല്ലാത്ത സമയത്ത് കിട്ടുള്ളൂ എന്നുണ്ട്.
കിട്ടണമെന്നൊന്നുമില്ല, അത് നമ്മുടെ ലക്കാണ്. ലക്കില്ല ഗൈസ്. അതുകൊണ്ട് പോയി. പെർഫെക്റ്റ്. The straight eternal plus tire 4x global has been added. എടാ നല്ല എത്തറിന് വേണ്ടിട്ടാടാ ബാബായോഗനെ വിളിച്ചിട്ട് ഈ നോമ്പ് സാധനങ്ങൾ നോക്കണത്. അദ്ദേഹത്തിന് അതിൻ്റെ ക്രൂപ്പക് പകിനെയും പിന്നെ ഹോട്ട്സ്പോട്ടിനെയും കിട്ടി. ഹോട്ട്സ്പോട്ടിന് ത്രാലഡോനെ കിട്ടി. അതെന്താ പക്ഷേ സൗണ്ട് ഉണ്ടായി എനിക്കറിയില്ല. നിങ്ങൾ കേട്ടോന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്വൈത എന്നെപ്പോലെ കിക്കിയാണ് ഡയറക്റ്റ് എത്തർണൽ പ്ലസ് ടിയർ. താങ്ക് യു ആൾ ഫോർ പ്ലേയിങ്. ഇതന്നെയല്ല മുന്നേയും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേല്ല ഡോണ്ട് കളർ ഡിഫൈഡ് ഫ്രണ്ട്. സീ യു നെക്സ്റ്റ് വീക്ക്. അഡ്മിൻ ഫീസ് കഴിഞ്ഞു ശരിക്കും. തിരിഞ്ഞടിക്കാം. ടീം മിക്കി നല്ല ബ്രയോട്ടിനെയും കിട്ടുമെന്ന് നോക്കാം. അല്ല കിട്ടിയതിനൊക്കെ സെക്യൂർ. 2x റണ്ണ് ഇപ്പം മാത്രമേ ഉള്ളൂ. 2x റണ്ണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഈ 2 ലക്കുള്ളൊക്കെ 25 മിനിറ്റ് ഉണ്ട്. എൻ്റെ അർത്ഥം ഇത് പറച്ചിലേ ഉണ്ടാവുള്ളൂ. ഇനി ഉണ്ടാവും മിക്കവാറും, അറിയില്ല. നമ്മൾ പെട്ടെന്നോട്ടത് സെക്യൂർ ചെയ്ത് വെക്കണ്ട, അല്ലെങ്കിൽ ഇനി പോയ തോലെ കിട്ടില്ല. ഇപ്പം നോർമൽ ഏകദേശം ഇനി നല്ല ദൂരക്കൊന്നും പോവില്ല. ഇവിടെ എത്തർണലെത്തുള്ളൂ. അദ്ദേഹത്തെ ലീവ് ആയി പോകുന്നുണ്ട് വയസ്സ് ഇപ്പം തന്നെ. ഇല്ല വയസ്സ് എത്തർണൽ എന്താ പ്ലസ് എത്തുന്നുണ്ട്. നമ്മുടെ റൺ സ്പീഡ് കൂട്ടിയാൽ തന്നെ അവിടെ എത്തും. നല്ലൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇപ്പം ഗൈസ് നമ്മൾ അഡ്മിൻ എബീസ് കളിക്കണ്ട് പറഞ്ഞാൽ നല്ലൊന്നും കിട്ടിയില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ബേസിൽ സെറ്റാക്കാനുള്ളതായി. ഇനി ലക്കി ബ്ലോക്കിൽ ഗീവ് അവേ കൊടുക്കുക. എൻ്റെ ഇൻവെൻട്രി നിറച്ച് ബ്രെയിൻ റോട്ട്സാണ്. സെലസ്റ്റിയൽ ഫുള്ള് ബ്രെയിൻ റോട്ട്സ് ആവശ്യമില്ലാതെ കിടക്കുക. നല്ല ട്രേറ്റ് അടിച്ചൊക്കെ ഞാൻ എടുക്കും. അല്ലാത്തതൊക്കെ എൻ്റെ ബേസ് നിറയാനുള്ളതൊന്നും ഇല്ല ഇനി. അല്ല നിറയണേ കൂടുതലുണ്ടായില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഇഷ്ടംപോലെ എടുക്കാം. ആ ഫാൻ്റെ മ്യൂട്ടേഷനൊക്കെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂട്ടേഷൻ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിൽ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടാൽ മതി, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ഒരു 3 മില്യൻ്റെ അതന്നെ അവനും കിട്ടിയത്. അദ്ദേഹത്തെ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും ഗൈസ്. എത്തർണൽ കടന്ന്, OG കടന്ന്, ഹാക്കഡ് കടന്ന്. 2x സ്പീഡ് കഴിഞ്ഞു ഗൈസ്. 2x സ്പീഡ് കഴിഞ്ഞു. 2x സ്പീഡ് കഴിഞ്ഞു. പെർഫെക്റ്റ് കിക്ക്. നോർമൽ ഇവൻറ്റ്സ് ഗൈസ്. ഇനി നമുക്ക് നമുക്ക് മറ്റേ ഇതെടുക്കാം ഗൈസ്. എന്താണ് അതിൻ്റെ പേര്? ഡമ്പലടിക്കാം. കിക്കിമാർ കൂട്ട ഇനി എന്തെങ്കിലും ആഡ് ആവണമെന്ന്. ഇതെന്തായാലും ഡെഡായി കാര്യമില്ല. 1.9 മില്യണിൻ്റെ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടിനെ അപ്പോൾ ടേക്ക് ചെയ്യാം. മില്യണിൻ്റെ ആ സ്ട്രോബെറി ഫാൻ്റെ സെല്ല് ചെയ്തോളെ. സെല്ലിയാണ്ട് കയ്യിൽ വെച്ചേക്കാം.
കൊടുക്കാനായിരിക്കും ഗീവവേട്ട് കൊടുക്കാം. ഗൈസ് നമ്മളിതാ അതെത്തി. ഈ ചറപറ ട്രെയിനിങ് ആണ്, ഫുൾ AFK ആയിരിക്കും. ഞാൻ AFK കഴിഞ്ഞിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്, അല്ലെങ്കിൽ വീഡിയോ നല്ല ലെങ്ത് ആവും. മറ്റേ കുറേ ലെങ്ത് ആക്കിയ ബ്രോ ബായ്, അതായത് ബായ് പറഞ്ഞു, ഞാനും ബായ് എന്ന് പറയട്ടെ. ബിക്കോസ് ബോറിങ് ആയതുകൊണ്ട് അത്ര കേസ് പോണത്. നമുക്ക് എന്താ കളിക്കുക, കിക്ക് ആൻഡ് റണ്ണ് വേണോ, നമുക്ക് വെയിറ്റ് മേടിക്കാം ഗൈസ്. നമുക്ക് ചെറുപറ വെയിറ്റ് എടുത്തോണ്ടിരിക്കാം. അതിന് നമ്മൾ AFKക്ക് പോകണം ഗൈസ്. നമ്മൾ AFK ആയിട്ട്. സോ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ ചെൻഡാവുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ അഡ്മിൻ എബീസിൻ്റെ വീഡിയോ ഇവിടെ നിർത്താണ്. അടുത്ത റോഡ് ടു റൈവൽസ് എപ്പിസോഡിൻ്റെ വീഡിയോ നാളെ രാവിലെ ഉണ്ടാവും. അപ്പം ബൈ. നമ്മൾ ബേസും പിന്നെ സെറ്റാക്കി. പിന്നെ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. പിന്നെ ഫുൾ സപ്പോർട്ട് തന്നെ. അപ്പം ബൈ.